ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ഇസ്മും ഫെയിലും ഹർഫും വേർതിരിച്ച് പറഞ്ഞു തരില്ലേ? അത് നിങ്ങൾ ഞാൻ പറയുന്നത് അപ്പം തന്നെ ആ സരി പാരഗ്രാഫ് നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓരോന്നും അപ്പം തന്നെ അങ്ങനെ എഴുതി വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഫെയിൽ എന്ന് പറയുന്നത് ഫെയിൽ എന്ന് എഴുതുക, സിന്ധുബാദ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫായിൽ എന്ന് എഴുതുക, അങ്ങനെ എഴുതി അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും പഠിക്കാൻ കേട്ടോ. ജസ്റ്റ് ക്ലാസ് കേട്ട് പോയിട്ട് കാര്യമില്ല, അതിൽ പറയുന്ന സംഗതി അപ്പം തന്നെ നോട്ട്സുകൾ ഉണ്ടാക്കണം. ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ പല പ്രാവശ്യം ആവർത്തിക്കും, വീഡിയോയിലാണെങ്കിൽ ആവർത്തിക്കില്ല. വീഡിയോയിൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കാണാമല്ലോ. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ നമ്മൾ റിപ്പീറ്റിങ് കുറവായിരിക്കും. റെഗുലർ ക്ലാസ് ആകുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും, ഇപ്പോൾ 1 മണിക്കൂർ ക്ലാസ് എടുക്കുന്ന സംഗതിയാണ് ഞാനൊരു 15 മിനിറ്റിയുടെ വീഡിയോയിൽ വിടുന്നത്. നമ്മൾ റെഗുലർ ക്ലാസ് ആണെങ്കിൽ നമ്മളത് 1 മണിക്കൂർ കൊണ്ട് ക്ലാസ് എടുക്കുന്ന സാധനമാണ് 15 മിനിറ്റിലുള്ളത്. അപ്പോൾ നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി, ഒരേ സംഗതി തന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി, സംശയമുള്ള ഭാഗം മാത്രം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വീഡിയോ റിപ്പീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതിൽ ഖറജ എന്നുള്ളൊരു ഫെയില് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ട്രാൻസ്ലേഷൻ തുടങ്ങാം. വദാത്ത യോമിൻ, വദാത്ത യോമിൻ. വാ എന്നുള്ളത് നമ്മളൊരു ഇസ്തീനാഫിൻ്റെ വാവാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ദാത്ത യോമിൻ എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്താ ദാത്ത യോമിൻ? പറ, ആരെങ്കിലും പറ. ദാത്ത യോമിൻ വൺ ഡേ. ഖറജ സിന്ദുബാദ്, ഖറജ സിന്ദുബാദ്. ഖറജ പുറപ്പെട്ടു എന്നുള്ളത് എന്താ ഇംഗ്ലീഷ് പറയാം? ഖറജ സിന്ദുബാദ്. ഖറജ സിന്ദുബാദ് പറയടാ. വളരെ വെന്റ് തന്ന പോവാ, വെന്റ് ഔട്ട് തന്ന പുറപ്പെട്ടു, വെന്റ് ഔട്ട് കേട്ടോ. വെന്റ് ഔട്ട്. വൺ ഡേ സിന്ദുബാദ് വെന്റ് ഔട്ട്. വൺ ഡേ സിന്ദുബാദ് വെന്റ് ഔട്ട്. ഫീ ജംഇൻ മിൻ അസ്ഹാബിഹി, ഫീ ജംഇൻ മിൻ അസ്ഹാബിഹി. എന്താ അതിൻ്റെ മലയാളം പറഞ്ഞു? ഞാൻ അതിൻ്റെ മലയാളത്തിന് എന്താ പറഞ്ഞത്? നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഞാൻ എന്താ പറഞ്ഞേ? തൻ്റെ കൂട്ടുകാരുടെ സംഘത്തിൽ. അതെങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യും ഇംഗ്ലീഷിലേക്ക്? തൻ്റെ കൂട്ടുകാരുടെ സംഘത്തിൽ. സംഘം എന്നുള്ളത് എന്താ പറയാ? ഇൻ എ ഗ്രൂപ്പ് ഓഫ്, ഇൻ എ ഗ്രൂപ്പ് ഓഫ്, ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അയ്യോ, അങ്ങനെ മതി. ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. വൺ ഡേ സിന്ദബാദ് വെന്റ് ഔട്ട് ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഹിസ് ഫ്രണ്ട്സ് ഇലൽ അസ്വാഖിൽ ഖരീബത്തി മിൻ ബഗ്ദാദ്. ഇലൽ അസ്വാഖിൽ ഖരീബത്തി മിൻ ബഗ്ദാദ്. ഇലൽ അസ്വാഖിൽ ഖരീബ. ഇലൽ അസ്വാഖ് എന്നുള്ള ട്രാൻസ്ലേറ്റ്. ഇലൽ അസ്വാഖ്, ടു ദി മാർക്കറ്റ്സ്. സൂക്ക് ജമ്മല്ലേ? സൂക്കിന്റെ ജമ്മല്ലേ? അപ്പോൾ ടു ദി മാർക്കറ്റ്സ്. ഇലൽ അസ്വാഖി, ടു ദി മാർക്കറ്റ്സ് അൽ ഖരീബത്തി മിൻ ബഗ്ദാദ്. അൽ ഖരീബത്തി, നിയർ അൽ ഖരീബ. നിയർ ബഗ്ദാദ്. നിയർ ബഗ്ദാദ് എന്ന് പറഞ്ഞാൽ നിയർ ടു ബഗ്ദാദ് എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് കേട്ടോ. അത് ഖരീബ എന്നുള്ളതിൻ്റെ കൂടെ എപ്പോഴും മിൻ എന്നുള്ള ഹർഫാണ് ചേർക്കുക എന്നുള്ള ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഖരീബ അല്ലേ? ബഈദ് എന്ന് പറഞ്ഞാൽ ബഈദ് എന്നുള്ളതിൻ്റെ കൂടെ അൻ എന്ന് പറയും. ഒന്നിൽ നിന്ന് അകലുക എന്ന് പറയുമ്പോൾ അന്നാണ് ഉപയോഗിക്കുന്നത്. ഖരീബത്ത് ഉപയോഗിക്കുമ്പോൾ മിന്നാണ്. ഏതിനോടാണ് അടുത്തത്? മിൻ എന്ന ഹർഫിന് ശേഷം പറയണം. അപ്പോൾ അൽ ഖരീബത്തി മിൻ ബഗ്ദാദ്, നിയർ ടു ബഗ്ദാദ് എന്ന് പറയാം, അല്ലെങ്കിൽ നിയർ ബഗ്ദാദ്, രണ്ടും ശരിയാണ്. വൺ ഡേ സിന്ദബാദ് വെന്റ് ഔട്ട് ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഹിസ് ഫ്രണ്ട്സ് ടു ദി മാർക്കറ്റ്സ് നിയർ ടു ബഗ്ദാദ്, അല്ലെങ്കിൽ മാർക്കറ്റ്സ് നിയർ ബഗ്ദാദ്. ഓക്കെ, അത് ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? എന്താണ്? ഞാനത് ആരാണ്? നെഫലാണോ പറയുന്നത്? നെഫലാണോ പറയുന്നത്? അതെ, നിനക്ക് 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 കേൾക്കാത്തോണ്ടാണോ പ്രശ്നം? എന്നാൽ പ്രശ്നമല്ല, ഞാനിത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ക്ലാസ് പോസ്റ്റ് ചെയ്യുന്നു കേട്ടോ. സംശയം ഉണ്ടെങ്കിലൊക്കെ ക്ലാസ് രണ്ടാമത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ബേജാറാവണ്ട. ഓക്കെ, അപ്പം നോക്കിയേ. One day Sindbad went out in a group of his friends
ടു ദി മാർക്കറ്റ്സ് നിയർ നിയർ ബഗ്ദാദ്. നിയർ ബഗ്ദാദ്. ഓക്കെ, അത്രയും ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് ശരിക്കും സെൻറ്റൻസ് ആയി അവിടെ. പക്ഷേ ഇനി നമുക്ക് സെൻറ്റൻസ് അറബിയിൽ ഇവിടെ അങ്ങനെ കോമട്ടിട്ട് സെൻറ്റൻസ് നീണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോവാം. ഓക്കെ. വഖദ് ഇൻതവ അൻ യശ്തരിയ മിൻ ഹുർരി മാലിഹി സൗബൻ ഫാഖിറൻ ലികുല്ലി സാഹിബിൻ ലഹു. അതിനകത്തുള്ള ഫീലുകളൊക്കെ ഒന്ന് പറഞ്ഞേ ആരെങ്കിലും ഒരാൾ. യശ്തരിയ ഒരു ഫീല്, പിന്നെ ഇൻതവ. നവ നവ എന്നുള്ളതിൻ്റെ ഇഫ്താല വസനാണ് ഇൻതവ. നവ എന്നുള്ളതിൻ്റെ ഇഫ്താല വസന് ഇൻതവ. ഷറ എന്നുള്ളതിൻ്റെ ഇഫ്താല വസന് ഇഷ്തറ. ഷറ എന്നുള്ള ഫീൽ ഒന്ന് പറഞ്ഞാൽ ഒറ്റ മിനിറ്റ്. ഈ നോക്കിയ ഷറ ഇഷ്തറ, ഈ രണ്ട് പദം നോക്കിയേ. ഇഷ്തറ എന്ന് പറഞ്ഞ അർത്ഥം ഇഷ്തറ. ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി. ഷറ എന്ന് പറഞ്ഞ അർത്ഥം ഷറ. ഷറ ഷറ എന്ന് പറഞ്ഞാൽ വിറ്റു. ഷറ എന്ന് പറഞ്ഞാൽ വിറ്റു. ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി. അതേപോലെ നോക്കിയേ ബാ എന്ന് പറഞ്ഞ അർത്ഥം വിറ്റു. ഇബ്താ എന്ന് പറഞ്ഞാൽ വാങ്ങി. കേട്ടോ? ബാ എന്ന് പറഞ്ഞാലും ഷറ എന്ന് പറഞ്ഞാലും വിറ്റു എന്നർത്ഥം. ബാ എന്ന് പറഞ്ഞാലും ഷറ എന്ന് പറഞ്ഞാലും വിറ്റു എന്നർത്ഥം. ഇഷ്തറ എന്ന് പറഞ്ഞാലും ഇബ്താ എന്ന് പറഞ്ഞു. ബായുടെ ഇഫ്താൽ വസനാണ് ഇബ്താ. ബായുടെ ഇഫ്താൽ വസൻ ഇബ്താ. ഇബ്താ എന്ന് പറഞ്ഞാൽ വാങ്ങി, ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി, ഷറ എന്ന് പറഞ്ഞാൽ വിറ്റു, ബാ എന്ന് പറഞ്ഞാൽ വിറ്റു. മനസ്സിലായോ? ഓക്കെ. അതൊന്ന് നിങ്ങൾ അതിന് വ്യത്യാസം കഴിഞ്ഞ് ചിലപ്പോൾ വരും. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഷറാൻ്റെ അതേ അർത്ഥമാണ് ഇഷ്തറ എന്ന് നമ്മൾ അറിയാതെ വിചാരിച്ചു പോകും. ഓക്കെ. ഖുർആനിൽ സാധനം വന്നിട്ടുണ്ട്. യൂസുഫ് നബിനെ കിണറ്റിൽ നിന്ന് കിട്ടിയിട്ട് അവിടെ ഈജിപ്തിൽ കൊണ്ടുപോയിട്ട് വിറ്റു എന്ന് പറയുന്നുണ്ടല്ലേ. അവിടെ പറയുന്നിടത്ത് വഷറൗഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദ എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ഈ വാക്ക് ഷറ പറഞ്ഞാൽ വിറ്റു, ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി. ഓക്കെ, മനസ്സിലായല്ലോ? വസന് മാറുമ്പോൾ മീനിങ് നല്ലോണം മാറും. അത് ഞാൻ ക്ലാസ് തരണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് അതിന് കൃത്യമായ കാര്യങ്ങളുണ്ട്. ഒരു ഫെയില്, ഒരു 3 അക്ഷരമുള്ള ഒരു ഫെയില് 4 അക്ഷരമോ 5 അക്ഷരമോ 6 അക്ഷരമൊക്കെ ആയിട്ട് മാറുമ്പോൾ അനുസരിച്ച് അർത്ഥം മാറിക്കൊണ്ടിരിക്കും. അന്ന് മാത്രമല്ല, ഈ അർത്ഥം മാറ്റാൻ വേണ്ടിയിട്ടാണ് വസന് മാറ്റുന്നത്. അർത്ഥം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വസന് മാറ്റുന്നത് കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ ഓപ്പോസിറ്റ് അർത്ഥത്തിലേക്ക് പോകൽ വളരെ കുറവായിരിക്കും. ഓപ്പോസിറ്റ് അർത്ഥത്തിലേക്കൊക്കെ പോകൽ വേറെ കുറവായിരിക്കും. അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേറെ ക്ലാസ് ഞാൻ തരണ്ട്. നമുക്ക് സാധാരണ അറബി നമുക്ക് വായിക്കാം. ഏതാ കേട്ടില്ല? ബന്ധപ്പെട്ട അർത്ഥം തന്നെ വരിക. ബന്ധപ്പെട്ട ചില വസന് മാത്രമേ ഇങ്ങനത്തെ വ്യത്യാസമൊക്കെ വരുള്ളൂ. ഇങ്ങനത്തെ വ്യത്യാസമൊക്കെ ചിലതിനൊക്കെ വരുള്ളൂ, എല്ലാത്തിനൊന്നും വരില്ല കേട്ടോ. അതായത് നമ്മൾക്ക് നമ്മുടെ വായനയിൽ നിന്ന് മാത്രമേ സംഗതിയൊക്കെ മനസ്സിലാവുള്ളൂ. ഏതായാലും നമുക്ക് ഇങ്ങനെ അറബി ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഈ അർത്ഥ വ്യത്യാസങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ നോക്കിയ ഒരു മിനിറ്റ്. അപ്പോൾ നോക്കിയേ വഖദ് ഇൻതവ അപ്പോൾ ഇൻതവ ഇഷ്തറ രണ്ട് ഫീലോടെ പറഞ്ഞു. ഇൻതവ ഇഷ്തറ രണ്ട് ഫീല് അല്ലേ? വഖദ് ഇൻതവ അൻ യശ്തരിയ മിൻ ഹുർരി മാലിഹി സൗബൻ ഫാഖിറൻ ലികുല്ലി സാഹിബിൻ ലഹു. വഖദിന്റെ മലയാളം എന്ന് പറഞ്ഞേ, എങ്ങനെ നമ്മൾ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത്? അവന്റെ ഓരോ കൂട്ടുകാരനും ആഡംബരപൂർണ്ണമായ വസ്ത്രം അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഉദ്ദേശിച്ച അവസ്ഥയിൽ ഉദ്ദേശിച്ചുകൊണ്ടാണോ പോകുന്നത് എന്നർത്ഥം. അവൻ്റെ സ്വന്തം പണം കൊണ്ട് അവൻ്റെ ഓരോ കൂട്ടുകാർക്കും ആഡംബരപൂർണമായ വസ്ത്രം വാങ്ങിക്കൊടുക്കണം എന്ന ഉദ്ദേശത്തോടെ എന്നർത്ഥം അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കത് അങ്ങനത്തെ ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കണ്ട. ഇംഗ്ലീഷിന് ജസ്റ്റ് ഒരു കോമ ഇട്ട് നമുക്ക് ബാക്കി ബഗ്ദാദ് എന്നിട്ടൊരു കോമിടുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യം പറഞ്ഞാണ് പോവാം. എന്താ ഉദ്ദേശിക്കുക എന്നുള്ളതിന് പറയാം. ഉദ്ദേശിക്കുക ഇൻതവ എന്നുള്ളത് എന്താ പറയാ? ഉദ്ദേശം എന്നുള്ളതിന് എന്താ പറയാ ഇംഗ്ലീഷില്? ഇൻറ്റൻഡ്. ഇൻറ്റൻഡ് അല്ലേ? ഇൻറ്റൻഡിങ് എന്നുള്ളതിന്. അപ്പോൾ വഖദ് ഇൻതവ എന്നുള്ളടത്ത് നമുക്ക് ഇൻറ്റൻഡിങ് കൊടുത്താൽ അർത്ഥം കിട്ടി. ഉദ്ദേശിച്ചുകൊണ്ട്.
ഇനി അൻ എന്നുള്ളതിന് നമുക്ക് ടു എന്ന് കൊടുക്കാം. അൻ എന്നുള്ളതിന് ടു. ഇന്റൻഡിങ് ടു യഷ്തരിയ, വാർപ്പത്തെ പറ, യഷ്തരിയ, ടു ബൈ, ഇന്റൻഡിങ് ടു ബൈ, ഇന്റൻഡിങ് ടു ബൈ മിൻ ഹുർരി മാലിഹി. സ്ക്രീൻ കാണുന്നില്ല? സ്ക്രീൻ പോയാ? സോറി സോറി സോറി, അതാ നെറ്റ് പോയപ്പോഴേ, ആ നെറ്റ് പോയപ്പോൾ പോയതാണ്. ഓക്കെ, ഇപ്പൊ വരുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ. വക്കത് ഇൻതവ യഷ്തരിയ മിൻ ഹുർരി മാലിഹി. വക്കത് ഇൻതവ ഇന്റൻഡിങ് ടു ബൈ മിൻ ഹുർരി മാലിഹി, മിൻ ഹുർരി മാലിഹി. അവന്റെ മണി. ഹുർറ് എന്ന് പറയുന്നത് അർത്ഥം പറയാം. ഹുർറ് ഫ്രം ഹിസ് ഫ്രീ, ഹിസ് ഓൺ മണി, ഫ്രം ഹിസ് ഓൺ മണി, ഫ്രം ഹിസ് ഓൺ മണി, അവന്റെ സ്വന്തം പണം കൊണ്ട്. ഇന്റൻഡിങ് ടു ബൈ ഫ്രം ഹിസ് ഓൺ മണി. ഹുർറിയത്ത് സ്വാതന്ത്ര്യം, ഹുർറിയത്ത് സ്വാതന്ത്ര്യം. ഹുർറ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രൻ അല്ലെങ്കിൽ സ്വതന്ത്രമായിരുന്ന അർത്ഥം. ഹുർറിയത്താണ് സ്വാതന്ത്ര്യം കേട്ടോ. ഇന്റൻഡിങ് ടു ബൈ, ഇന്റൻഡിങ് ടു ബൈ ഫ്രം ഹിസ് ഓൺ മണി, ഫ്രം ഹിസ് ഓൺ മണി, ഇന്റൻഡിങ് ടു ബൈ ഫ്രം ഹിസ് ഓൺ മണി, intending to buy from his own money. ثوبا فاخرا لكل صاحب له. ثوبا فاخرا, ثوبا فاخرا. ثوب എന്നുള്ളതിന്റെ സിഫത്താണ് ഫാഖിറൻ. ഫാഖിർ എന്ന് പറയുന്നത് ലക്ഷൂറിയസ്, ആഡംബരപൂർണമായ എന്നുള്ളതിന് ഫാഖിർ. സൗബൻ ഫാഖിറൻ, ലക്ഷൂറിയസ് ഡ്രസ്. അവിടെ ഒന്നും കൊടുക്കണ്ട. സൗബൻ ഫാഖിറൻ, ലക്ഷൂറിയസ് ഡ്രസ്. കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കൊടുത്തിട്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇന്റൻഡിങ് ടു ബൈ ഫ്രം ഹിസ് ഓൺ മണി, ലക്ഷൂറിയസ് ഡ്രസ് അല്ലെങ്കിൽ എ ലക്ഷൂറിയസ് ഡ്രസ്. ലികുല്ലി സാഹിബിൻ ലഹു, അവന്റെ ഓരോ കൂട്ടുകാർക്കും. ടു ഈച്ച് ഓഫ്, ഈച്ച് ഓഫ് ഹിസ്, ടു ഈച്ച് ഓഫ് ഹിസ് ഫ്രണ്ട്സ്, to each of his friends, to each of his friends. Okay, likulli sahibin lahu. Apa sentence? Intending to buy, intending to buy from his own money luxurious dress for each of his friends, for each of his friends. Okay. فيهديه له عربونا لصداقة والمحبة. അവിടെ എന്നിട്ട് ഫയുഹദി, അതിലുള്ള ഫീലുകൾ പറഞ്ഞേ, അതിലുള്ള ഫീൽ ഏതാ? അഹ്ദ യുഹദി. അഹ്ദ യുഹദി എന്ന് എന്താ അർത്ഥം? സമ്മാനമായിട്ട് കൊടുക്കുക അല്ലേ? ഫയുഹദിയഹു ലഹു ഉർബൂനൻ. ഉർബൂൻ എന്താണ് ഞാൻ പറഞ്ഞിട്ട്? ടോക്കൺ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയാം. ഡെപ്പോസിറ്റ്, ടോക്കൺ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്. ടോക്കൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു എന്താ പറയുക, സ്ഥലമൊക്കെ വാങ്ങുമ്പോൾ ടോക്കൺ അഡ്വാൻസ് കൊടുക്കാന്ന് പറയും. ആദ്യം നമ്മൾ ചെറിയൊരു പൈസ അഡ്വാൻസ് കൊടുക്കില്ലേ, 1000 രൂപയൊക്കെ, അതിനാണ് ടോക്കൺ. ടോക്കൺ കൊടുക്കാറില്ലേ, അതിൻ്റെ ഒരു അടയാളമായിട്ട് അല്ലെങ്കിൽ ഒരു ഉറപ്പിന് ഒരു എങ്ങനെ അതന്നെ അതന്നെ അതൊക്കെ തന്നെയാണ് ഉർബൂൻ. ഉർബൂൻ അല്ലി സദാഖത്തി വൽ മഹബ്ബത്തി, സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു നിക്ഷേപം എന്ന നിലക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടയാളം എന്ന നിലക്ക് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ എന്നാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ടില്ല. ഇനി ആൻഡ് എന്നാണ് കൊടുത്തത്. അവിടെ ഫ എന്നുള്ളതിൽ അവിടെ നമ്മൾ ദെൻ ഒന്നും പറയണ്ട, എന്നിട്ട് എന്നുള്ള മീനിങ്ങിൽ അവിടെ നമുക്ക് ആൻഡ് തന്നെ കൊടുത്താൽ മതി. ആൻഡ് പിന്നെ ഫയുഹദിയു ആൻഡ്, പിന്നെ അവിടെ ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ടു, അവിടെ ടു എന്താണ്? ഇന്റൻഡിങ് ടു ബൈ എന്നുള്ളിടത്ത് നമ്മൾക്ക് ഇവിടെ ആൻഡ് കൊടുത്താൽ തന്നെ ആ ടുവിൻ്റെ അർത്ഥം അവിടെ കിട്ടും കേട്ടോ. ആൻഡ് എന്താ സമ്മാനമായിട്ട് കൊടുക്കേണ്ടത്? എന്താ പറയാ? സമ്മാനമായിട്ട് കൊടുക്കുക
എന്താ കൊടുക്കാം? ടു ഗിഫ്റ്റ്. ടു ഗിഫ്റ്റ് കൊടുക്കാം, ടു പ്രസന്റ് കൊടുക്കാം അല്ലേ? ഒരു പ്രസന്റേഷൻ കൊടുക്കാന്നുള്ളത് ടു പ്രസന്റ് അല്ലേ? ആൻഡ് പ്രസന്റ് ഇറ്റ് വൈഫൈ യുഹുദിയഹു, ആ ഡ്രസ്സാണ്. പ്രസന്റ് ഇറ്റ് ആൻഡ് പ്രസന്റ് ഇറ്റ് ലഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഓരോ കൂട്ടുകാരനും. അതോടെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഓരോ കൂട്ടുകാരനും എന്ന് പറയില്ലേ, അതാണ് ലഹു. അപ്പം ടു ഹിം അവൻ്റെ ഓരോ, ഈച്ച് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഫ്രണ്ട്സ് എന്നുണ്ട്, ഈച്ച് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴും അവിടെ ഈച്ച് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് നമ്മൾ അവിടെ പറയേണ്ടത്. അവൻ്റെ ഓരോ കൂട്ടുകാരനും. ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ടു ഹിം, അത് അവന് സമ്മാനമായി കൊടുക്കാനും. ടു ഹിം, ലഹു എന്നുള്ളതിന് ടു ഹിം. പിന്നെ ഉർബൂനല്ലി സദാഖത്തി വൽ മഹബ്ബ, ആസ് എ ടോക്കൺ ഓഫ്, ആസ് എ ഡെപ്പോസിറ്റ് ഓഫ്, അങ്ങനെ പറയാം. ആസ് എ ടോക്കൺ ഓഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ആസ് എ ഡെപ്പോസിറ്റ് ഓഫ് സദാഖത്ത് വൽ മഹബ്ബ പറയും. സദാഖ, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്. അപ്പോൾ അവിടെ ലിസ് സദാഖത്തി വൽ മഹബത്തി എന്ന് അലിഫ്ലാമൊക്കെ അറബിയിലുണ്ട്, പക്ഷേ ഇംഗ്ലീഷിൽ ദാ കൊടുക്കേണ്ട ആവശ്യമില്ല. ആസ് എ ടോക്കൺ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ് എന്ന് പറഞ്ഞാൽ മതി. ആസ് എ ഫ്രണ്ട്ഷിപ്പ് ടോക്കൺ ഓഫ് ദി ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ ദി ലവ് എന്നൊന്നും പറയണ്ട കേട്ടോ. അത് ഇംഗ്ലീഷിൽ നമ്മൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇംഗ്ലീഷിൽ ചിലപ്പോൾ അലിഫ്ലാമൊന്നും ഇല്ലാതെ പോയ സ്ഥലത്തല്ല, ദാ ഇല്ലാത്ത സമയത്ത് നമ്മൾ അറബിയിൽ അലിഫ്ലാമ് കൊടുക്കേണ്ടി വരും. ഇത്രയും മനസ്സിലായല്ലോ? എന്താണ് സംശയം? ചോദിക്കുക. ടു ഹിം ആസ് എ ടോക്കൺ ഓഫ്, അല്ലെങ്കിൽ ആസ് എ ഡെപ്പോസിറ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്. ലവ് എന്നൊന്നുമല്ല വായിക്കുക, ലഫ് എന്നാ വായിക്കുക കേട്ടോ. LOVE, ലഫ്. അറബിയിലെ ഫായുടെ സൗണ്ടാണ് വരിക. ആൻഡ് ആസ് എ ടോക്കൺ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്. ഇനി ആ പാരഗ്രാഫ് മൊത്തം ഒന്ന് വായിച്ച ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്തത്? One day Sindbad went out in a group of his friends to the markets near Baghdad, intending to buy കൊടുക്കണം. Intending to buy from his own money a luxurious for each of his friends. Luxurious സൗബ്. സൗബിന് എന്താ ട്രാൻസാക്ഷൻ കൊടുത്തത്? ലക്ഷൂറിയസ്. പിന്നെ ഡ്രസ് വേണ്ടേ? നീ പറഞ്ഞത്, നീ അത് പറഞ്ഞില്ലല്ലോ. ലക്ഷൂറിയസ് ഡ്രസ് പ്രസന്റിങ് വേണ്ട, പ്രസന്റ് മതി. അപ്പൊ ആ എന്താണ് ടു എന്നുള്ള മീനിങ് അവിടെ കിട്ടും എന്ന് പറയാം. അല്ലെങ്കിൽ അതിന്റെ നിങ്ങൾക്ക് അവിടെ ടു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആൻഡ് ടു പ്രസന്റ് അങ്ങനെ കൊടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ആൻഡ് ടു പ്രസന്റ് ഇറ്റ് ടു ഹിം ആൻഡ് പ്രസന്റ് ടു ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്. ഓക്കെ. ഇതിപ്പോ ആരാ വായിച്ചേ? ഓക്കെ. പിന്നെ നോക്കൂ, ഇനി അടുത്ത സെന്റൻസ്. ഓക്കെ. വമായിൻ ഖതാ സിന്ദ്ബാദു ദാഖിലൻ അസ്സൂഖ ഹത്താ തസാഅദത് ജലബത്തുൻ വഅലാ സുറാഖുൻ. വമായിൻ ഖതാ സിന്ദ്ബാദു, അതിലുള്ള ഫീലുകൾ പറ. ഖതാ എന്നുള്ളതാണ് അവിടെയുള്ള ഫീല് അല്ലേ? പിന്നെ ഹത്താ തസാഅദത് ജലബ് ദാഖിൽ എന്നുള്ളത് ഫീലല്ല, അത് ഇസ്മ ഫായിലല്ലേ? ഓക്കെ. പിന്നെ ഹത്താ തസാഅദത് ജലബത്തുൻ വഅലാ സുറാഖുൻ. എന്താ അർത്ഥം? എന്താ അവിടെ ഫീൽ ഏതാ? തസാഅദ. ഓക്കെ.
അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റിലത്തെ ട്രാൻസാക്ഷൻ ഇതിന് ഞാനൊരു പ്രത്യേക പ്രയോഗം പറഞ്ഞിരുന്നു ഇവിടെ. എന്തായിരുന്നു പ്രയോഗം? നമ്മുടെ ഒരു ഇഡിയം, ഇംഗ്ലീഷിലെ ഒരു ഇഡിയംസ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഒരു ഇഡിയം വന്നിട്ടുണ്ട്. ഏതായിരുന്നു? നോ നോ സൂണർ ദാൻ, നോ സൂണർ ദാൻ അല്ലേ? ഹിന്ദുബാദ് മാർക്കറ്റിലേക്ക് അങ്ങ് പ്രവേശിച്ചില്ല, അപ്പോഴേക്കും അവിടെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉയർന്നു എന്ന് പറഞ്ഞില്ലേ? ഓക്കെ. അപ്പോൾ തസാഅദത്ത്, പിന്നെ അല എന്നുള്ളൊരു ഫീലും ഉണ്ട് അവിടെ അല്ലേ? അല എന്നൊരു ഫീല് വേറെയുണ്ട്. ഓക്കെ. അപ്പോൾ നോക്കിയാൽ നമുക്ക് അത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം? വമാ ഇൻ ഖത, വമാ എന്നുള്ളത് നോ സൂണർ, വേറെ ആൻഡ് ഒന്നും വേണ്ട കേട്ടോ. നേരെ നോ സൂണർ, നോ സൂണർ എന്ന് ആദ്യം പറയാം. വമാ എന്നുള്ളതിന് നോ സൂണർ എന്ന് ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യാം, നോ സൂണർ. പിന്നെ ഖത അസിന്ദുബാദു ദാഖിലൻ അസൂഖ, എന്താ ഇതിൻ്റെ മലയാളം? ഖത അസിന്ദുബാദു ദാഖിലൻ അസൂഖ. എന്താ ഇതിൻ്റെ മലയാളം? സിന്ധുബാദ് മാർക്കറ്റിൽ പ്രവേശിക്കാൻ വേണ്ടി കാല് വെച്ചു എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പ്രവേശിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലേ? സിന്ധുബാദ് മാർക്കറ്റിൽ പ്രവേശിച്ചപ്പോഴേക്കും എന്നുള്ളത് നമുക്ക് അവിടെ നമുക്ക് ഒറ്റ ഖതാ ദാഖില എന്നുള്ളത് നമുക്ക് എൻ്റേർഡ് മാത്രം പറഞ്ഞാൽ തന്നെ അർത്ഥം അവിടെ കിട്ടും. അപ്പം നോ സൂണർ സിന്ധുബാദ് എൻ്റേർഡ് അസൂഖ, പറ അസൂഖ. നോ സൂണർ സിന്ധുബാദ് എൻ്റേർഡ് ദി, പറ സൗണ്ടിൽ, എൻ്റേർഡ് ദി മാർക്കറ്റ്. നോ സൂണർ സിന്ധുബാദ് എൻ്റേർഡ് ദി മാർക്കറ്റ്. ഇനിയാണ് അവിടെ ഹത്ത വരുന്നുണ്ട്, അവിടെ ദാൻ, അവിടെയാണ് നമ്മൾ ദാൻ കൊടുക്കേണ്ടത്. നോ സൂണർ ദാൻ എന്നുള്ള പ്രയോഗം എന്താണ്? ദാൻ എന്നുള്ളത് ഇതിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് പിന്നെയാണ് ദാൻ എന്നുള്ള സംഗതി കൊടുക്കേണ്ടത് കേട്ടോ. നോ സൂണർ സിന്ധുബാദ് എൻ്റേർഡ് ദി മാർക്കറ്റ് ദാൻ. ഓക്കെ. ഇനി ദാൻ, THAN, ദാൻ, നോ സൂണർ ദാൻ, നോ സൂണർ ദാൻ, ദെൻ അല്ല, നോ സൂണർ ദാൻ. നോ സൂണർ എന്നിട്ട് കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? നോ സൂണർ ദാൻ. ഇങ്ങനെയാണ് ഇത് വരിക, അതിൻ്റെ ഇടയിൽ ഒരു ഭാഗം ഉണ്ടാവുന്ന അർത്ഥം. അപ്പോൾ നോ സൂണർ സിന്ധുബാദ് എൻ്റേർഡ് ദി മാർക്കറ്റ് ഹത്താ തസാഅദത്ത് ജലബത്തുൻ വഅലാ സുറാഖുൻ. ഹത്താ തസാഅദത്ത് ജലബത്തുൻ, തസാഅദ എന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞ നമ്മൾ ഉയർന്നു. തസാഅദ ഉയർന്നു. ജലബത്തിന് എന്താ അർത്ഥം പറഞ്ഞ മലയാളം? ബഹളം. അവിടെ നമുക്ക് നോയ്സ് എന്ന് കൊടുത്താൽ മതി. ഇംഗ്ലീഷിലെ നോയ്സ്, ഒച്ചപ്പാട് എന്നുള്ളതിന് നോയ്സ് എന്ന് പറയില്ലേ? NOICE, നോയ്സ് അല്ലേ? പിന്നെ അല എന്നുള്ളതും സെയിം മീനിങ്. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ഒരൊറ്റ വർബ് ഉപയോഗിച്ചാൽ മതി. ഇംഗ്ലീഷിൽ ഒറ്റ വർബ് ഉപയോഗിച്ചാൽ മതി. തസാഅദ എന്നുള്ളതിനും അല എന്നുള്ളതിനും ഒരേ അർത്ഥമാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇംഗ്ലീഷിൽ എന്താ ഉപയോഗിക്കുക? ഉയർന്നു എന്നുള്ളതിന് റൈസ് എന്ന് പറഞ്ഞാൽ ഉയർത്തലാണ്. റൈസ്, RAISE എന്ന് പറഞ്ഞാൽ ഉയർത്തുക. വേറെന്താ പറയാ? നിങ്ങൾ മറ്റേ ഇതിലൊക്കെ പറയാ, വലിയ ഷോപ്പിംഗ് മാളിലൊക്കെ പോയാലേ അവിടുത്തെ കോണിക്കൊരു പേരില്ലേ? ആ സ്വന്തം കറങ്ങണ കോണി, എസ്കലേറ്റർ. അതാണ് എസ്കലേറ്റഡ് എന്നാ പറയാ. എസ്കലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉയർന്നു പോണതിനാണ്. അതുകൊണ്ടാണ് അതിന് ആ എസ്കലേറ്ററിന് പേര് പറയണേ കേട്ടോ. എസ്കലേറ്റഡ് എന്നാ പറയാ. ഉയർന്നു എന്നുള്ളതിന് എസ്കലേറ്റഡ്. മനസ്സിലായോ? അപ്പോൾ ഓക്കെ. നോ സൂണർ സിന്ധുബാദ് എൻ്റേർഡ് ദി മാർക്കറ്റ് ദാൻ അവിടെ ആണെങ്കിൽ നമുക്ക് ദാൻ എസ്കലേറ്റഡ്. അതിൻ്റെ മുമ്പ് നമുക്ക് ദാൻ എസ്കലേറ്റഡ് നീട്ടുവാണെങ്കിൽ അവിടെ ദേർ കൊടുക്കാം. അവിടെ എന്നുള്ളൊരു അറബിയിൽ അവിടെ വാക്കാണ്, ആ സെൻസ് മൊത്തത്തിൽ അവിടെ വരുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ നമുക്ക് അവിടെ എസ്കലേറ്റഡ് ദേർ, ഒരു ദേർ കൊടുക്കാം. അവിടെ ഉയർന്നു എന്നുള്ള മീനിങ്. ദാൻ എസ്കലേറ്റഡ് ദേർ ജലബത്തുൻ വഅലാ സുറാഖുൻ. ജലബത്ത് എന്നുള്ളത് നോയ്സ് നമ്മൾ പറഞ്ഞു. സുറാഖൻ എന്താ പറയാ? നിലവിളി. സ്ക്രീമിങ് എന്നൊരു വാക്കുണ്ട്, സ്ക്രീമിങ്.
നിലവിളി. ഓക്കെ. No sooner Sindbad entered the market than escalated there a noise and screaming. A noise and screaming. അത് ദാൻ എന്ന് കഴിഞ്ഞിട്ടുവാണെങ്കിൽ എ നോയ്സ് ആൻഡ് സ്ക്രീമിങ് എസ്കലേറ്റഡ് ദർ അങ്ങനെയും പറയാം. എസ്കലേറ്റ് എന്നുള്ളത് ശേഷം ഉപയോഗിക്കാം. നോയ്സ് ആൻഡ് സ്ക്രീമിംഗ് എന്നുള്ളത് ആദ്യത്തിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെയും പറയാം. No sooner Sindbad entered the market than a noise and screaming escalated there. ഓക്കെ, അത്രയാണ്. ഒന്നുകൂടി പറയാം. No sooner Sindbad entered the market. No sooner Sindbad entered the market than a noise and screaming. A noise and screaming escalated there. Escalated there. രണ്ടും ശരിയാണ്. ഞാൻ പറഞ്ഞ രണ്ടും ശരിയാണ്. രണ്ടും പ്രയോഗിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പം ഞാൻ ഇത്രയാണ് ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠത്തിൻ്റെ ഭാഗത്തിലേക്കൊന്ന് പോകാം. ഓക്കെ. ഞാൻ പാഠത്തിൻ്റെ ചില ഭാഗം ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഞാൻ നിങ്ങൾക്ക് ആയിട്ടുള്ള അങ്ങനെ തന്നെ തരാറില്ല. സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ. ഇനി അതിൽ ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞ സംഗതി തന്നെയാണ്. അതിൽ ഇതിനകത്തുള്ള അപ്പോൾ വന്ദഫൗ ഹാരിബീന താരിഖീന സിന്ദബാദ വഹദഹു എന്നുള്ള സെൻറ്റൻസിലുള്ള മുദാഫ് മുദാഫിലേഹിക്ക് ഒന്ന് പറയണം. ആ സെൻറ്റൻസിനകത്തുള്ള മുദാഫ് ജൂമിയ മതിയോ? ഓക്കെ. അപ്പോൾ നോക്കിയേ, ഈ സെൻറ്റൻസിനകത്തുള്ള മുദാഫ് മുദാഫിലേഹി പറയണം. ഞാൻ പേര് വിളിക്കാം. ഫാത്തിമത്ത് മുഫീദ പറ. ഒരു രണ്ടെണ്ണം പറയാം, എന്നിട്ട് വേറെ ആൾ വിളിക്കാം. ചോദ്യം മനസ്സിലായില്ലേ? പറ. ഇതിനകത്തുള്ള മുദാഫ് മുദാഫിലേഹി പറയൂ സെന്റൻസിലെ. പെട്ടെന്ന് പറ, ടൈം പോണു. ക്ലാസ് കേൾക്കലില്ല എന്നർത്ഥം. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞ സംഗതികളാണ് ഇപ്പൊ ചോദിക്കുന്നത്. എന്നാൽ അൻഷിത പറ. അൻഷിത ഉണ്ടോ? അൻഷിത. റാബിയ ഫസീല. മുബ്തസമ പറ. അതിലെ മുദാഫ് മുദാഫിലേഹി പറ. വാഹദഹു കറക്റ്റ് ആണ്. വാഹദഹു. അതിലെ മുദാഫ് ഏതാണ്? ഹു മുദാഫിലേഹി. ഓക്കെ. പിന്നെ അടുത്തത് പറ. എന്താണ്? ഗളബുഹു അല്ലേ? ഗളബുഹു എന്നുള്ളത് മുദാഫ് മുദാഫിലേഹിയാണ്. പിന്നെ ഒരെണ്ണം കൂടി പറ. ലി നഫ്സിഹി എന്നുള്ളതില്ലേ? നഫ്സിഹി എന്നത് മുദാഫ് മുദാഫിലേഹിയാണ്. ഓക്കെ.
പിന്നെ ഒരു മിനിറ്റ്. ഷംന ഷറി അതിലല്ലേ? ആ ഓക്കെ. പറ ബാക്കിയുള്ള അടുത്ത മുദാഫിലേക്ക് പറ. ആ പാരഗ്രാഫ് ഇപ്പൊ ഇപ്പോൾ പറഞ്ഞ മുക്തസ പറഞ്ഞ് നിർത്തിയതിന്റെ ശേഷം അത് പറ. പെട്ടെന്ന് പറ. കാണാനല്ല? മുദാഫ് പറഞ്ഞിട്ടോന്ന് ചോദിച്ചു. മുദാഫിലേക്ക് പറഞ്ഞിട്ടോന്ന് ചോദിച്ചു. ആ അപ്പൊ അതിന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. ഹനീന എന്ന് പറഞ്ഞേ. ഹനീന അത് കഴിഞ്ഞു. അത് മുക്തസമ പറഞ്ഞില്ലേ? അതിന്റെ ശേഷം അതിന്റെ മുമ്പ് ഹൗലായുടെ തൊട്ട് മുമ്പ് മിസ്ലി ഹൗലായി. മിസ്ലി എന്നുള്ളത് മുദാഫും ഹൗലായി എന്നുള്ളത് മുദാഫിലേഹി കേട്ടോ. അല്ല അസ്തിഖായി എന്നുള്ളത് ഹൗലായുടെ മുഷാറിലേഹി ആയിട്ടാണ് വരിക. ഹൗലായി ആണ് മുദാഫിലേഹി. ഓക്കെ. ഇനി ഹനീൻ തന്നെ പറയാം. ഞാൻ പാരഗ്രാഫിന് വേറെ ഇല്ല കേട്ടോ. അടുത്ത പാരഗ്രാഫ് ഫജ്തബദത് സർഹത്തുഹു അവിടെ പറ. ആ പാരഗ്രാഫിൽ പറ എവിടെയൊക്കെ മുദാഫിലേഹി. സർഹത്തുഹു എന്നുള്ളത് മുദാഫിലേഹിയാണ്. പിന്നെ ഇന്തിബാഹൽ ജുനൂദി മുദാഫിലേഹിയാണ്. ഓക്കെ. പിന്നെ വുജൂഹഹും മുദാഫിലേഹിയാണ്. പിന്നെ ശത്രഹു മുദാഫിലേഹിയാണ്. ഓക്കെ. ഗളബുഹും. പിന്നെ സഹനാത്തുഹും കറക്റ്റ്. പിന്നെ ഖായിദുഹും. പിന്നെ അതിന്റെ മുമ്പ് ബിത്തൊറഫി സൗത്തി. തൊറഫി സൗത്തി എന്നുള്ളത് മുദാഫിലേഹിയാണ്. തൊറഫി സൗത്തി എന്നുള്ളത് തൊറഫ് എന്നുള്ളത് മുദാഫും സൗത്ത് എന്നുള്ളത് മുദാഫിലേഹി. ഈ സൗത്ത് എന്നുള്ള മുദാഫിലേഹി പിന്നെയും എന്താണ്? മുദാഫാണ് അല്ലേ? ഹയിലേക്ക് പിന്നെയും മുദാഫാണ്. ഓക്കെ. പിന്നെന്താണ് ഇനി ഉണ്ടോ അതില്? എവിടെ? ഇന്നഹു എന്നുള്ളത് എന്താണ്? മുദാഫിലേക്ക് അല്ല. ഇന്ന എന്നുള്ളത് ഹർഫാണ്. ഇന്ന എന്നുള്ളത് ഹർഫും ഹു എന്നുള്ളത് ഇന്നയുടെ ഇസ്മുമാണ്. ഓക്കെ. പിന്നെ താഴത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാല് അത് ഫേലല്ലേ? യഅനി എന്നുള്ള ഫേലും ഹി എന്നുള്ളത് മഫ്ഊൽ ബിഹിയാണ്. അത് നിങ്ങൾക്ക് ഞാനൊരു ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാത്തൊരു ഭാഗമാണ്. ഫിഹാജത്തിനില്ല തഹദീബ് വരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഞാൻ വിട്ടതാണ്. ഇനി അതിലില്ല. ഓക്കെ. ഇനി ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്ത് തന്നെ ഫേലും ഫായിലും മഫ്ഊലും ആണ് പറയേണ്ടത്. ഫേലും ഫായിലും മഫ്ഊലും. ഞാൻ ആളെ വിളിക്കാം. അബ്ദുൽ വാസിർ ഇതിനകത്ത് അവിടെ എന്താ പറയാ, വൻദഫഉ ഹാരിബീന താരിഖീന സിദ്ബാദ വഹദഹു എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ. ആ സെന്റൻസിലുള്ള ഫെയിലും ഫായിലൊക്കെ പറയാം. അതിന്റെ ഫെയിൽ ഏതാന്ന് പറയാം, എന്നിട്ട് ഫായിൽ ഏതാന്നൊക്കെ പറയാം. ഇൻദഫഉ എന്നുള്ളതിന്റെ ഫായിൽ ഏതാ? എങ്ങനെ ഫാരിബീന?
അപ്പോൾ ഹാരിബീന എന്നുള്ളത് മർഫു ആണോ? ഫായിലാണെങ്കിൽ റഫ് വേണ്ടേ? ഇൻദഫഉ എന്നുള്ളതിൻ്റെ ഫായിൽ ഏതാണ്? ഇൻദഫഉ എന്നുള്ളതിൻ്റെ ഫായിൽ ഏതാണ്? ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഇൻദഫഉ എന്നുള്ളതിൻ്റെ ഫായിൽ ഏതാണ്? ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. വാവുൽ ജമാഅത്ത്. ഇൻദഫഉ എന്നുള്ള ഐനിന് ശേഷമുള്ള വാവാണ് അതിൻ്റെ ഫായിൽ. ഓക്കെ, ഇൻദഫഉ അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ലാത്ത വാക്കാണ്. ഞാൻ അവിടെ ഹറബു എന്ന് മാത്രമാണ് നിങ്ങൾക്ക് കഥ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതാ പറഞ്ഞ ഞാൻ പറയാം, ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. വൻദഫഉ ഹാരിബീന, പിന്നെ താരിഖീന സിന്ധുപാദ വഹദ. പിന്നെ നോക്കിയേ, പിന്നെ ആയിഷ അലിയ. ആയിഷ അലിയ സ്ഥലത്തില്ലേ? ആയിഷ അലിയ. ഫാത്തിമ ലിസ്ന. ഫാത്തിമ ലിസ്ന. അതിന് ശേഷമല്ല. അപ്പൊ ഇൻദഫ എന്നതിന് ശേഷം അവിടെ വന്നിട്ടുള്ള ഫീൽ ഏതാ? തലാഅഫ. അതിന്റെ ഫായിൽ ഏതാ? ഗളബ്. നിങ്ങൾ അലബ് എന്ന് പറയണതാ ഐനിന് പുള്ളില്ലേ? അപ്പൊ ഗളബ് എന്ന് പറയണം. ഗളബ് ഗളബ് ഗൈനായിട്ട് തന്നെ പറയണം. അലബ് എന്ന് പറയരുത്. അപ്പൊ തലാഅഫ ഗളബുഹു. മുബ്തസമി ശ്രദ്ധിക്കണം. നേരത്തെ മുബ്തസമ വായിച്ചപ്പോഴും ഗൈന് ശരിയായിട്ടില്ല കേട്ടോ. മുബ്തസമ. അപ്പൊ തലാഅഫ ഗളബുഹു. അപ്പൊ ഗളബു എന്നുള്ളതാണ് തലാഅഫയുടെ ഫായിൽ. പിന്നെ ഇനി അടുത്ത ഫെയിൽ ഏതാ? അതിനകത്തുള്ള അടുത്ത ഫെയിൽ ഏതാ? കാല. അതിന്റെ ഫായിൽ ഏതാ? ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോവാ. കാല എന്നുള്ളതിന്റെ ഫായിൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കാലയുടെ ഫായിൽ ഏതാ? കാല നഫ്സ്. ഞാൻ അവനോട് പറഞ്ഞു എന്നല്ലേ അർത്ഥം. അപ്പൊ അത് പറഞ്ഞതാരാ? സിന്ധുബാദക്ക് മടങ്ങുന്ന ലമീറായി. കാലക്കകത്ത് ഹുവ എന്നുള്ള ലമീർ ഉണ്ട്. മനസ്സിലായോ? ഒരു ഫേലിന്റെ ശേഷം ഫായിൽ ഉണ്ടാകുക. ഫേലിന്റെ ശേഷമാണ് എപ്പോഴും ഫായിൽ വരിക. ആ ഫേലിന്റെ ശേഷം ഫായിലിനെ കാണുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫേലിന്റെ അകത്ത് സങ്കല്പിക്കണം കേട്ടോ. ഈ സെന്റൻസിന് ഫേലിന്റെ ശേഷം ഫായിലിനെ കാണുന്നില്ലെങ്കിൽ ഫേലിന്റെ അകത്ത് നമ്മൾ സങ്കല്പിക്കണം. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പൊ നമ്മൾ ഇൻദഫഉ എന്ന് പറഞ്ഞപ്പോൾ കണ്ടോ, ഇൻദഫ എന്നുള്ള ഫേലിന്റെ ഐനുള്ള ഫേല് കഴിഞ്ഞു. ഇൻദഫഉ എന്നുള്ളതിൽ ആ ഐനുമ്മ ഫേല് തീർന്നു. അപ്പൊ അതിന്റെ ശേഷമാണ് വാവുൽ ജമാഅത്ത് വരുന്നത്. അപ്പൊ വാവുൽ ജമാഅത്താണ് അവിടെ ഫായില് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നോക്കിയേ, അപ്പൊ കാല എന്നുള്ളതിൽ ഹുവ എന്നുള്ള ലമീർ അത് സിന്ധുബാദിലേക്ക് മടങ്ങുന്നു. ഓക്കെ, പിന്നെയുള്ള ഫെയിൽ ഏതാ അവിടെ? യഫിറൂന. അതിന്റെ ഫായിൽ ഏതാ? കറക്റ്റ്. വാവുൽ ജമാഅത്ത്. വാവുൽ ജമാഅത്ത് തന്നെയാണ് ഫായില്. പിന്നെ ഏതാ? ലാഹ. ലാഹയുടെ അർത്ഥം എന്തായിരുന്നു? ഓർമ്മ ഉണ്ടോ? ദൃശ്യമാവുക, പ്രത്യക്ഷപ്പെടുക. ഓക്കെ. ലാഹ. ലാഹ എന്നുള്ളതിന്റെ ഫായിൽ ഏതാ? ലാഹ എന്നുള്ളതിന്റെ ഫായിൽ. ഓക്കെ. പിന്നെ കറക്റ്റ് ആണ്, നീ പറഞ്ഞ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരാളെ വിളിക്കട്ടെ. പിന്നെ ഫാത്തിമ മുഫീദാനെ വിളിച്ചപ്പോൾ നേരത്തെ കിട്ടിയിട്ടില്ല. ഓളിപ്പോ ലൈനിലുണ്ടോ? പറയാ. സൊറഹ എന്നുള്ള പേരിന്റെ ഫായിൽ പറയും. സൊറഹ എന്നുള്ളതിന്റെ പേരിന്റെ ഫായിൽ ഏതാ? എങ്ങനെ? അവിടെ ഫിൽ ജുനൂദ് എന്നല്ലേ? ഫിൽ ജുനൂദ് അല്ല, ജറിന്റെ ഹർഫും അതിന്റെ മജ്റൂറും അല്ലേ? അപ്പൊ അതെങ്ങനെയാ ഫായിലാവുക? സറഹ എന്നുള്ളതിന് ശേഷം ഒരു ജറിന്റെ ഹർഫും അതിന്റെ മജ്റൂറും ഉണ്ട്. അത് അതിന്റെ ഫായിലാവാൻ കഴിയില്ല. അപ്പൊ സറഹക്കകത്ത് നമ്മൾ ഫായിലിന് സങ്കല്പിക്കണം ഹുവ എന്നുള്ള ഫേല്. അല്ല, ഹുവ എന്നുള്ള ലമീർ. ആ ലമീർ എങ്ങോട്ട് മടങ്ങുന്നു? സിന്ധുബാദിലേക്ക് മടങ്ങുന്നു. ഓക്കെ. വസറഹ ഫിൽ ജുനൂദി. പിന്നെ തവഖഫു അമ്മാ തഫ്അലൂൻ. ആ ഫേലിന്റെ ഫായിൽ ഏതാ? തവഖഫു എന്നുള്ളതിന്റെ ഫായിൽ വാവുൽ ജമാഅത്ത്. ഓക്കെ. പിന്നെ ഏതാ ഫെയിലുള്ളത് അവിടെ? തഫ്അലൂൻ. അതിന്റെ ഫായിൽ ഏതാ? വാവുൽ ജമാഅത്ത്. ഇപ്പൊ നിങ്ങൾക്ക് ആ സെന്റൻസിന്റെ സ്ട്രക്ചർ മനസ്സിലായി വരുന്നില്ലേ?
ഇപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും, പിന്നെ നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് പോകില്ല. ക്ലിയർ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ തന്നെ ഇങ്ങോട്ട് തറോ ആവുള്ളൂ, ഇത് തറോ ആവണം. ഇനി ഫാത്തിമ റംസീന കഴിഞ്ഞില്ലേ? റംസീന റംസീന എന്താണ് എന്താണ് മുത്തസമ്മ പറഞ്ഞേ? തലാഫ മനസ്സിലായില്ലടി, ചോദ്യം ക്ലിയർ ആയില്ല. നീ ഒരു റേഞ്ചിലോട്ടൊക്കെ നിൽക്ക്. തലാഫയുടെ തലാഫയുടെ ഫായിൽ പറഞ്ഞില്ലേ? ഗളബു പറഞ്ഞില്ലേ? എനിക്ക് എടാ നീ ചോദ്യം ക്ലിയർ ആയില്ല, എനിക്ക് മനസ്സിൽ കേൾക്കണില്ല നീ പറയണത്. റേഞ്ചിൻ്റെ പ്രശ്നമുണ്ടോ? ഒന്ന് നേരെ പറ, റേഞ്ചിലോട്ട് നിന്നിട്ട് പറ, ചോദിക്ക്. തലാഫ ക്ലിയർ ആവണില്ല, കേട്ടില്ല. ഇനി സംശയമാണെങ്കിൽ കേൾക്കുന്നില്ലെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കട്ടോ, ഞാൻ ക്ലിയർ ആക്കി തരാം. ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഞാൻ ഗ്രൂപ്പിൽ തന്നെ മറുപടി വരാം കേട്ടോ. ഇനി ഓക്കെ, അടുത്തത് ഫാത്തിമത്ത് റംസീന. ഫാത്തിമ റംസീന സ്ഥലത്തുണ്ടോ? ഇല്ലെങ്കിൽ ഫിദ ഫർഹീൻ. പറ, ഇനിയുള്ള ഫീൽ ഏതാ പറയാം? അടുത്ത പാരഗ്രാഫ് ഫജ്തദബ, അവിടെ ഫജ്തദബത്ത് അതിൻ്റെ അകത്തുള്ള ഫീലും ഫൈലൊക്കെ പറ. ഇജ്തദബത്ത് എന്നുള്ളത് ഫീല്, അതിൻ്റെ ഫൈൽ ഏതാ? സറഹത്തുഹു. ഇജ്തദബത്ത് എന്നുള്ളതിൻ്റെ ഫയൽ സൊറഹത്തുഹു. ആ സൊറഹത്ത് ഫയൽ ആയതുകൊണ്ടാണ് ബാവിന് ശേഷം നമ്മൾ താ കൊടുത്ത് അല്ലേ? സൊറഹത്ത് മുന്നസ് ആയതുകൊണ്ട് താ കൊടുത്തു. ഫജ്തദബത്ത് സൊറഹത്തുഹു. പിന്നെ ഏതാ ഫെയിൽ ഉള്ളത് പറ. അത് നമ്മൾ മസ്തറാന്ന് പറഞ്ഞില്ലേ? ഇന്തിബാഹ് മസ്തറാന്ന് പറഞ്ഞു. ഇന്തിബാഹ് എന്നുള്ളത് മസ്തറാണെന്ന് പറഞ്ഞിരുന്നു. അടുത്ത ഫെയിൽ വല്ലോ അതിന്റെ ഫായിൽ ഏതാ? വല്ലോ എന്നുള്ളതിന്റെ ഫായിൽ ഏതാ? വല്ലോ എന്നുള്ളതിന്റെ ഫായിൽ ഏതാണ്? ഇപ്പൊ നേരത്തെ ഇവരൊക്കെ പറഞ്ഞില്ലേ? വാവുൽ ജമാഅത്താണ് ഫായില്. തവക്കഫു തഫലു എന്നൊക്കെ പറഞ്ഞില്ലേ? അവിടെ വാവുൽ ജമാഅത്താണ് ഫായില്. വല്ലോ വുജൂഹഹും ശത്രഹു. പിന്നെ ഇനി ഏതാ അവിടെ? ആരാ ചോദിക്കണേ? ആരാ? പറ ഷഹാന പറ. എവിടെ എവിടെ ഏതുഹും? അത് വുജൂഹ വല്ലോ അവർ തിരിച്ചു, വുജൂഹ അവരുടെ മുഖങ്ങൾ, ഹും അവരുടെ എന്നാണ്. വല്ലോ വുജൂഹഹും അവരുടെ മുഖങ്ങളെ തിരിച്ചു. വുജൂഹ എന്നുള്ളത് വല്ലോ എന്നുള്ളതിന്റെ മഫൂൽ ബിഹിയാണ് വുജൂഹ. അതിന്റെ മുലാഫില് എടാ വാവുൽ ജമാഅത്തും ദമീറാണ്, ഹും എന്നുള്ളതും ദമീറാണ്. നമുക്കിവിടെ പ്രകടമായിട്ട് ദമീർ കണ്ടില്ലേ? വല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് സെന്റൻസിൽ വാവുണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ഉള്ളിൽ സങ്കല്പിക്കാൻ പോകണ്ട. സെന്റൻസിൽ ഫെയിലിന്റെ ശേഷം ഫെയിൽ വല്ല എന്ന് പറയുമ്പോൾ ഫെയിൽ കഴിഞ്ഞു, പിന്നെ അവിടെ വാവുൽ ജമാഅത്ത് ഫായിൽ അവിടെ ഉണ്ട്. അപ്പൊ ഫായിൽ സെന്റൻസിൽ പ്രകടമായിട്ട് കാണുമ്പോൾ നമ്മൾ പിന്നെ ഉള്ളിൽ സങ്കല്പിക്കാൻ പോകണ്ട. മനസ്സിലായോ? ഓക്കെ. ഫായിൽ അവിടെ കാണുന്ന സമയത്ത് നമുക്ക് പിന്നെ സങ്കല്പിക്കണ്ട, കാണാത്ത സമയത്ത് സങ്കല്പിച്ചാൽ മതി. ഫേൽ മാദിയിൽ രണ്ട് സമയത്തെ നമ്മൾ സങ്കല്പിക്കുള്ളൂ. ഒന്ന് ഫസ്റ്റത്തെ ഫോം
ഫഅല എന്ന് പറയുന്ന അല്ലെങ്കിൽ നസറ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഹുവ എന്ന ലമീർ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ശേഷം നസറ എന്നതിന് ശേഷം ഒരു ഫായിൽ നസറ സെയ്ദു എന്ന് പറയുമ്പോൾ പിന്നെ നസറക്കുള്ളിൽ നമ്മൾ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. നസറ സെയ്ദു എന്ന് പറയുമ്പോൾ സെയ്ദ് ഫായിലായിട്ട് പുറത്തുണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ജാഅത്ത് ഫാത്തിമ, ജാഅത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹിയ എന്നുള്ള ലമീർ അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ ഫാത്തിമ ഉണ്ടാകുന്ന സമയത്ത് ഫാത്തിമ പുറത്ത് ജാഅത്ത് ഫാത്തിമ എന്ന് പറയുമ്പോൾ ഫാത്തിമ എന്നുള്ള വാക്ക് അവിടെ ഉണ്ടല്ലോ, പ്രത്യക്ഷമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ മറ്റിൻ്റെ ഉള്ളിൽ ഹിയ സങ്കല്പിക്കേണ്ട. ഇതേപോലെ തന്നെയാണ് ലമീറുകൾ വരുമ്പോഴും. ലമീറുകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് പ്രകടമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അകത്തുണ്ട് അകത്താണെന്നൊന്നും സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. ഷഹാനക്ക് മനസ്സിലായോ? ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി ഷഹാൻ തന്നെ പറ, ബാക്കി പറ. വക്കത്ത് സാദ, വക്കത്ത് സാദ വിട്ട് പറ. ആ സാദ ഫെയിൽ, അതിൻ്റെ ഫായിൽ ഏതാ? ഗളബ് അല്ലേ? സാദ ഗളബ്. അപ്പോൾ സാദ എന്നുള്ളതിൻ്റെ ലമീർ ഹുവ അല്ല, ഗളബ് എന്നുള്ളതാണ് ലമീർ. മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. പിന്നെ അടുത്തത് പറ, അടുത്ത ഫെയിൽ ഏതാ? ഇൻഖലബത്ത്. സഹനാത്ത്. സഹനാത്ത് എന്ന് പറയുമ്പോൾ അത് മുഅന്നസ് ആയതുകൊണ്ട് ഫെയിൽ മുഅന്നസാക്കി. വൻഖലബത്ത് സഹനാത്തുഹും. ഓക്കെ. പിന്നെ സ്വാഹ, ഫായില ഖായിദുഹും. പിന്നെ യുഷീറു. യുഷീറു അതിൻ്റെ ഫായിൽ ഏതാ? അവിടെയാണ് നീ സങ്കല്പിക്കേണ്ടത്, അവിടെയാണ് സങ്കല്പിക്കേണ്ടത്. യുഷീറു എന്നുള്ള ഫീലിൻ്റെ ശേഷം ഫായിലിനെ കാണാനല്ല. ലി സിന്ദബാദ് എന്നുള്ളത് അതിൻ്റെ ഫായിലല്ല, സിന്ദബാദിനോട് അതിൻ്റെ അർത്ഥം അല്ലേ? ബി തർഫി സൗത്തിഹി, തൻ്റെ ചാട്ടവാറിൻ്റെ അറ്റം കൊണ്ട് സിന്ദബാദിൻ്റെ നേരെ ചൂണ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം എന്തില്ല? യുഷീറു എന്നുള്ളതിൻ്റെ ചൂണ്ടി എന്നുള്ളത് ആരാന്നുള്ളത് അതിൻ്റെ ഫായിലിൻ്റെ ശേഷം കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഉള്ളിൽ ഹുവ എന്നുള്ള ലമീർ ഉണ്ട്, ആ ലമീർ ഖായിദിലേക്കാണ് മടങ്ങുന്നത് എന്ന് നമ്മൾ അപ്പോൾ സങ്കല്പിക്കും. ഇപ്പം മനസ്സിലായോ? നീ പറഞ്ഞതിൻ്റെ ഉത്തരം നിനക്ക് കിട്ടിയില്ലേ? അതാണ്, അപ്പോഴാണ് നമ്മൾ സങ്കല്പിക്കുക. ശേഷം ഫേലിൻ്റെ ശേഷം ഫായിലിനെ കണ്ടിട്ടില്ലെങ്കിൽ ഫേലിൻ്റെ അകത്ത് നമ്മൾ സങ്കല്പിക്കുന്നു. നിന്റെ സംശയമൊക്കെ മാറിയില്ലേ? പറ. അതൊന്നുമല്ല, നമ്മൾ വേറെ കുറേ ലമീർ പഠിച്ചിട്ടില്ലേ? സഫിക്സഡ് പ്രൊനൗൺസ്. സഫിക്സഡ് പ്രൊനൗൺസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചാർട്ട് തന്നിട്ടില്ലേ? അല്ലമാഇറുൽ മുത്തസില, ഫീലുകളോട് ചേർന്ന് വരുന്ന ലമീറുകളും അതുപോലെ തന്നെ മറ്റേ ലമീറുകളും റഫിൻ്റെ സ്ഥാനത്തുള്ള ലമീറുകൾ. ലമായിറു റഫ് ഹുവ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സഫിക്സായിട്ട് വരുന്ന ലമീറുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉള്ള ലമീറുകൾ താഴ് വരും. ഇപ്പം നസർത്ത എന്ന് പറയുമ്പോൾ താ ഉണ്ട് അവിടെ, അതാണ് ഫായിൽ വരിക. നസർത്ത, നസർത്ത സൈദ് എന്ന് പറയുമ്പോൾ നസർ എന്നുള്ളത് ഫീലും താ എന്നുള്ളത് ഫായിലും ആവും. മനസ്സിലായോ? അപ്പോൾ മുത്തസിലായിട്ട് ഫീലുകളോട് ചേർന്ന് വരുന്ന ലമീറുകളുണ്ട്, ഫായിൽ വരുന്നുണ്ട്. അതില്ലാത്ത സമയത്തും ആണ് നമുക്ക് അതും ഫീലിൻ്റെ ശേഷമാണല്ലോ വരുള്ളൂ. ഫീലിൻ്റെ മുമ്പല്ല ചേർന്ന് വരുന്നത്, ഫീലിൻ്റെ ശേഷമാണ് ചേർന്ന് വരുന്നത്. സഫിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. സഫിക്സ് പറഞ്ഞാൽ പദത്തിൻ്റെ ലാസ്റ്റ് ചേർക്കുന്നതിനാണ് സഫിക്സ് എന്ന് പറയാം. തുടക്കത്തിൽ ചേർക്കുമ്പോൾ നമ്മൾ പ്രിഫിക്സ് എന്നല്ലേ പറയാം. അപ്പോൾ സഫിക്സഡ് പ്രൊനൗൺസ് ഇല്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? സഫിക്സഡ് പ്രൊനൗൺസോ നേർക്ക് നേരെ ഫായിലായിട്ടുള്ള പദങ്ങളോ ഫീലിൻ്റെ ശേഷം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ? അതിനെ നമ്മൾ സങ്കല്പിക്കുന്നു. നിന്റെ സംശയം ക്ലിയർ ആയില്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെ സംശയം ചോദിക്കണം. അപ്പോൾ മുക്തസമാക്ക് ചോദിക്കാനുള്ളത് മുക്തസമാക്ക് ഇപ്പോൾ ക്ലിയർ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് വാട്സപ്പ് ചെയ്താൽ മതി. എന്തായിരുന്നു സംശയം? ക്ലിയർ ആയോ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ ശരിയോ, സമയം 10 മണിയായി, നമുക്ക് നിർത്താം.